ഒരു ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ആ ക്ഷേത്രത്തിലെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ വാഹനത്തിനെയാണ്. വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ ഗരുഡൻ, തൊഴുതു നിൽക്കുന്ന ഗരുഡനെയാണ് കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുക. വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, പരശുരാമൻ, നരസിംഹമൂർത്തി മുതലായ ഏത് അവതാര ക്ഷേത്രങ്ങളിലാണെങ്കിലും ഇതുപോലെ ഗരുഡനെ ആയിരിക്കും പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരിക്കുക. ശിവക്ഷേത്രമാണെങ്കിൽ അത് ഋഷഭം, അതായത് കാളയായിരിക്കും. ശാസ്താവിൻ്റെ ക്ഷേത്രമാണെങ്കിൽ കുതിരയായിരിക്കും. സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമാണെങ്കിൽ മയിലായിരിക്കും. ഗണപതിയുടെ ക്ഷേത്രമാണെങ്കിൽ എലിയായിരിക്കും. ദുർഗാക്ഷേത്രമാണെങ്കിൽ സിംഹമായിരിക്കും. ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ വേതാളമായിരിക്കും. ശങ്കരനാരായണൻ്റെ ക്ഷേത്രമാണെങ്കിൽ കാളപ്പുറത്തിരിക്കുന്ന ഗരുഡനായിരിക്കും. അതുപോലെ ഉത്സവ സമയത്ത്, ഒരു ഉത്സവത്തിൻ്റെ ആദ്യത്തെ ചടങ്ങിൻ്റെ കൊടികയറ്റാണ്. കൊടികയറ്റുമ്പോൾ ആ കൊടിക്കൂറയിൽ ആവാഹിച്ച് പൂജിച്ച് കൊടികയറ്റുന്നതും ആ ക്ഷേത്രത്തിലെ വാഹനത്തിൻ്റെ സാന്നിധ്യത്തിനെയാണ്. ആ വാഹനത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ഭഗവാന്റെ ചൈതന്യം ചുറ്റുപാടും പ്രസരിക്കുന്നു എന്നാണ് സങ്കല്പം. കൊടിമരത്തിൻ്റെ താഴെ അഷ്ടദിക്പാലകരുടെ രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, സോമൻ, ഈശാനൻ, ഇവരാണ് അഷ്ടദിക്പാലകർ. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരം കണ്ടു തൊഴുതാലും ആ ക്ഷേത്രത്തിൽ പോയ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു രൂപം തന്നെയാണ് കൊടിമരം എന്ന് പറയാം.